കാച്ചിൽ ഇനങ്ങൾക്ക് താങ്ങുകാല് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ വള്ളി ഇടത്തോട്ട് അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ അതല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആണോ നോക്കിയിട്ട് വേണം നമ്മൾ താങ്ങുകാലോ താങ്ങുവള്ളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് അടതാപ്പിൻ്റെ വള്ളിയാണ്. അപ്പോൾ അടതാപ്പിൻ്റെ വള്ളി നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ ഇടത്തോട്ട് ചുറ്റിയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. വള്ളി കയറുമ്പോൾ തന്നെ നമ്മളിപ്പം അടതാപ്പ് കൃഷി ചെയ്തു, നമുക്ക് വള്ളി താങ്ങ് കൊടുക്കാൻ സമയം കിട്ടില്ല. ഈ താങ്ങ് കൊടുക്കുന്ന സമയത്ത് ആ വള്ളി ഓൾറെഡി ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വള്ളി ഇടത്തോട്ട് ചുറ്റി കൊടുക്കണം. പകരം വലത്തോട്ട് ചുറ്റി കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാകും. ആ വള്ളി പിന്നെ മേലോട്ട് വളരാൻ വലിയ പ്രയാസം വരും. അതുപോലെ തന്നെ ചെറുകിഴങ്ങ്, നനക്കിഴങ്ങ്, മുക്കിഴങ്ങ് ഇതിൻ്റെ എല്ലാം വള്ളി ഇടത്തോട്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മേലോട്ട് പോകുന്നത്. അതേസമയം മറ്റുള്ള കാച്ചിലുകൾ ഇവിടെ നീലക്കാച്ചിൽ, കരടിക്കാലൻ, കടുവാക്കയ്യൻ, ഇറച്ചിക്കാച്ചിൽ, ഇഞ്ചിക്കാച്ചിൽ, നീണ്ടിക്കാച്ചിൽ അതിൻ്റെയൊക്കെ മിക്കവാറും എല്ലാ ഇനങ്ങളുടെയും വലത്തോട്ട് ക്ലോക്ക് വൈസിലാണ് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇനങ്ങളുടെ വള്ളി നമുക്കിവിടെ കാണാൻ പറ്റും.